ടി വി പ്രസാദ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ടി വി പ്രസാദ്, ഇപ്പോഴിതാ മുഖ്യമന്ത്രി ഇതിൽ നടപടി എടുത്തിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. 6 മാസമായിരിക്കും ഇത്തരത്തിലൊരു ശുപാർശ പോയിട്ട്. എന്തുകൊണ്ട് നടപടി എടുക്കുന്ന ചോദ്യത്തിന് തിടുക്കപ്പെട്ടൊരു നടപടി വേണ്ട, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ പോലൊരാൾക്കെതിരെ എന്നതായിരിക്കാം ഒരുപക്ഷെ കരുതുന്നത്. എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും തുടർ നീക്കങ്ങൾ അത് ഏറെ നിർണായകമാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പിന് ഇനി 2-3 മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ ഉയർന്നു കേൾക്കുന്ന പേരാണ് വി.ഡി. സതീശിന്റേത്. ഈ ഘട്ടത്തിൽ അതൊരു രാഷ്ട്രീയായുധമായി തന്നെ CPM മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണം കരുതാനല്ലേ? ഇതിലിപ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടല്ലോ. സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന സർക്കാർ തീർച്ചയായും പ്രതിപക്ഷത്തിനെതിരെ ഇത് വലിയ രീതിയിലുള്ള ഒരു ആയുധമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലേ? ഉറപ്പായും വിനീത, ഇത് തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ മാറി മാറി വരുന്ന സർക്കാരുകളിൽ പലതും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ പുനർജനി കേസിലാണെങ്കിൽ CBIക്ക് വിടാനുള്ളൊരു തീരുമാനം ഇതുവരെയും സർക്കാർ എടുത്തിട്ടില്ല. പക്ഷേ ആ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് 6 മാസം മുമ്പ് വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ ഇന്ന് ആ മാധ്യമങ്ങൾ വഴി പുറത്തു വരികയാണ് ചെയ്തത്. റിപ്പോർട്ടറാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്യുകയും ചെയ്തത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് വിനീത, നമുക്കറിയാവുന്നതുപോലെ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലും എന്തെങ്കിലുമായുള്ള വലിയ വിവാദങ്ങൾ ഇതുപോലെ വിവിധ സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്. 2006 നമുക്കൊക്കെ മുന്നിലുണ്ട്. റോഷി ഇപ്പോൾ അത് വിശദീകരിച്ചു. അതായത് ആ സമയത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ ലാവ്ലിൻ കേസ് CBI അന്വേഷണത്തിന് വിടുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത നിലവിൽ ഇതുവരെയും CBIക്ക് വിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ശുപാർശ നമ്മുടെ കയ്യിലുണ്ട് എന്ന് സർക്കാർ ഓർമ്മിപ്പിക്കുകയാണ് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ശബരിമല കൊള്ളയിലും അതുപോലെ തൊട്ടടുത്ത് ഇന്നലെ വന്ന ആന്റണി രാജുവിൻ്റെ തൊണ്ടി മുതൽ മാറ്റിയ കേസിലുള്ള ശിക്ഷാവിധിയിലും ഉൾപ്പെടെ പ്രതിരോധത്തിലായി നിൽക്കുന്ന സർക്കാർ അങ്ങനെ നമ്മൾ പ്രതിരോധത്തിലല്ല എന്ന പ്രഖ്യാപിക്കൽ കൂടിയായി ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി അത് മാറുന്നു എന്നതാണ് വിനീത ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അധികാരത്തിലിരിക്കുന്ന സംവിധാനം, സർക്കാർ സംവിധാനം ഉറപ്പായും ആ അധികാരം ഉപയോഗിക്കും എന്നുള്ളത്. പക്ഷേ ഇതിലൊരു കാര്യം, ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാള് കൂടിയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഇതിനി CBIക്ക് വിട്ടാൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായി കോൺഗ്രസ് ഒരു പടയൊരുക്കം നടത്താനുള്ള സാധ്യതയുണ്ട്. അത് CPIM മുൻകൂട്ടി കാണുന്നുമുണ്ട്. ഇപ്പോഴാണെങ്കിൽ മുഖ്യമന്ത്രിക്കായാലും സർക്കാർ സംവിധാനത്തിനായാലും വിശദീകരിക്കാൻ കഴിയും, നമ്മൾ CBIക്ക് അത് വിട്ടിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു ശുപാർശയുണ്ട് എന്ന വിവരം പുറത്തു വന്നതല്ലേ ഉള്ളൂ എന്നുള്ളതായിരിക്കും അവരുടെ ഒരു വിശദീകരണം. ഒരുപക്ഷെ അത് ശബരിമല കൊള്ളയിൽ പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെയും മൂർച്ചയേറിയ ആക്രമണങ്ങളിൽ ചെറിയൊരു കുറവ് വരുത്താൻ കഴിയുമോ എന്നൊരു പരീക്ഷണം കൂടിയായിരിക്കാം ഇത് പുറത്തു വന്നതിലൂടെ ഉണ്ടാവുക. എന്തായാലും നേരത്തെ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് പോലെ ശബരിമല കൊള്ളയിൽ പ്രതിരോധത്തിലാണ് സർക്കാർ. ശബരിമല കൊള്ളയിൽ കോൺഗ്രസും BJPയും സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഒരു പുനർജനി കേസ് വരുന്നത്. ചെറിയ ആൾക്കെതിരെയല്ല, പ്രതിപക്ഷ നേതാവിനെതിരെയായിട്ടാണ് ഈ ശുപാർശ വരുന്നത്. ഇതേ കളിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസും CPIMും മാത്രമല്ല രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ BJP ഉണ്ട്. BJP ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയാണെങ്കിൽ പോലും BJP അടിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ഈ സർക്കാരിന് ആ കേസ് CBIക്ക് വിടാൻ കഴിയാത്തതെന്ന ചോദ്യം BJP അതിൽ ചോദിക്കും. CPIMും കോൺഗ്രസും തമ്മിൽ ഒത്തുകളിയാണ് എന്നുള്ളത് ഇവിടെ BJP പറയുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിൽ കോൺഗ്രസ് പറയാൻ പോകുന്നത് ഈ സമയത്ത് അത് CBIക്ക് വിട്ടുകഴിഞ്ഞാൽ ഈ സമയത്ത് CBIക്ക് വിടുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന CPIM BJP തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്നായിരിക്കും ഇതിൽ കോൺഗ്രസ് വിശദീകരിക്കാൻ പോവുക. ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല കൊള്ളയ്ക്കൊപ്പം ആന്റണി രാജുവിന്റെ കേസിനൊപ്പം ഇതാ പുനർജനി കേസും സംസ്ഥാനം ചർച്ച ചെയ്യുന്നു ഇന്നത്തെ ഒരൊറ്റ ദിവസത്തോടുകൂടി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത വിനീത. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ടി വി പ്രസാദ് സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി എന്ന നിലപാടിലേക്ക് എത്തുകയാണ് ടി വി പ്രസാദ്, ഞങ്ങളുടെ തിരുവനന്തപുരം റീജിയണൽ ചീഫാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും